ഇന്ന് ഇക്കാക്ക് സാലറി കിട്ടിയ ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ധർമാദിക്കാനായിട്ട് ഹോളിഡേ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. എനിക്ക് പിന്നെ ഐറ്റംസ് എവിടെ പോയാലും പറയാൻ അറിയില്ല. ടൈം നോക്കി ഇരിക്കുന്നുണ്ട് വാച്ചില്ലാണ്ട് വേഗം വരാൻ വേണ്ടിയിട്ട്. വിശന്നിട്ട് ഉപ്പാട് ഇളക്കി അത് ഞാൻ ഇക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് നമുക്ക് സൂപ്പ് വന്നു. ഹോട്ട് ആൻഡ് സോർ ആയിട്ട് ബാക്കി എന്തോ ഒരു പേര് പറഞ്ഞു. പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കഴിച്ച ഒരു ഫുഡിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കാകെ ബിരിയാണി മാത്രമേ അറിയാൻ പാടുള്ളൂ സാറേ, ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ. അപ്പോൾ ബുദ്ധിയുള്ളവർ കൂടെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞ ഫുഡ് നമ്മളങ്ങനെ കഴിച്ചു. എല്ലാം ട്രൈ ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പിൽ തുടങ്ങി ഒരു 7-Up അവസാനിച്ച കഥയാണ് ഞാനിതിൽ പറയാനായിട്ട് പോകുന്നത്. പിന്നെ ഇതാണ് ഡ്രാഗൺ ചിക്കൻ. പക്ഷേ ഞാൻ ഡ്രാഗൺ ചിക്കനാണെന്ന് കൊണ്ട് എടുത്ത് കഴിച്ചത് ക്യാപ്സിക്കം ആയിപ്പോയി. പക്ഷേ ഡ്രാഗൺ ചിക്കൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അവിടെ നിന്നാണ് സൂപ്പിൽ നിന്ന് തുടങ്ങി അടുത്തത് നെക്സ്റ്റ് ഡ്രാഗൺ ചിക്കൻ. അത് കഴിഞ്ഞ് അടുത്തത് പൊറോട്ട, ബട്ടർ നാൻ, പെരി പെരി ചിക്കൻ, ബീഫ് കറി, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാക്കി എല്ലാവരും ഓർഡർ ചെയ്തതൊക്കെ കൂട്ടത്തിലിരുന്ന് നമ്മളും കഴിച്ചു. എല്ലാം കൊള്ളാമായിരുന്നു. പിന്നെ കൊച്ചു വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ബാക്കി കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. വായിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് വെയിറ്റ് പണ്ടെങ്കിൽ പിന്നെ ഇക്കാക്ക് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞ ശേഷമുണ്ട് ഇക്ക അവിടെ കുട്ടനെയും പിടിച്ചിട്ട് നിൽക്കുന്നത്. കാണുന്നവർ വിചാരിക്കും എപ്പോഴും ഞാൻ ഇക്കാക്ക് കൊടുക്കാതെ കഴിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഷാമ്പ്യനും കൂടെ കുടിച്ചുകൊണ്ട് ഈ കലാപരിപാടി അവസാനിപ്പിച്ചതായി ഔദ്യോഗികമായി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ 7-Up ആപ്പിൾ കട്ടിങ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി കേട്ടോ, അടിപൊളി, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ക്ഷമ നശിച്ചപ്പോൾ നമ്മൾ മധുരമില്ലാത്ത ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചു. ബില്ല് വാങ്ങി ഇക്കാൻ്റെ കണ്ണ് തള്ളി കുറച്ച് ഫോട്ടോസ് എടുത്ത് വീട്ടിൽ പോയി ടാറ്റാ.